കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ഞായറാഴ്ച കൂടി ദൈവം നമുക്ക് ദാനമായിട്ട് ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ഇന്ന് പലക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പലക്കാലം ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അവരവരുടേതായ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് ലഭിക്കുന്നതായ വിവിധ മീഡിയകളിൽ കൂടി മാധ്യമങ്ങളിൽ കൂടി സത്യത്തിലും ആത്മാവിനും ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് ഒരുക്കിയ വിലപ്പെട്ട സമയത്തിനായി ഇന്ന് പലക്കാർ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന പോലെ ദൈവവചനത്തിന് ബന്ധനമില്ല. അതുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ദൈവജനം ആലയങ്ങളിൽ പോയില്ല എങ്കിലും ആലയങ്ങൾ അടഞ്ഞു കിടന്നാലും അവരുടേതായ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തിന് വചനത്തിൽ വായിക്കുന്നു, അവൻ ആദ്യനും അന്ത്യനും, അവൻ ഒന്നാമനും ഒടുക്കത്തവനും എന്ന് ദൈവത്തിന് വചനത്തിൽ വായിക്കുന്ന പോലെ തന്നെ ലോകസ്ഥാപനത്തിന് മുന്നമേ വരും കാലങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നതായ ഓരോ കാര്യങ്ങളും ദൈവം തന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയ വിവരപ്രകാരം ഈ അന്ത്യകാലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെതായ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നെന്ന് വന്നാലും സംഭവങ്ങൾ പലത് കഴിഞ്ഞു പോയാലും ഇന്നും നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ആരാധന മുടങ്ങുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. കാരണം അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം ഹല്ലേലൂയ അവന്റെ മാഹാത്മ്യം കണ്ടവർ, അവന്റെ തേജസ് കണ്ടവർ, അവന്റെ മഹിമ കണ്ടവർ പ്രൈസ് ദി ലോർഡ്, അവർ എവിടെയായിരുന്നാലും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടുന്ന മഹത്വം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ലോകത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ മാറി മാറി അടിച്ചാലും ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഹല്ലേലൂയ കടലിളകി മറിഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കും. കാരണം ആരാധനയുടെ മാഹാത്മ്യം കണ്ടവർ, ആരാധിച്ച് വിടുതൽ പ്രാപിച്ചവർ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവർ, ദൈവകൃപ അനുഭവിച്ച ഒരു ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവൻ എവിടെയായിരുന്നാലും ആരാധിക്കും, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്മോസിന്റെ ദ്വീപിൽ കിടന്നാലും ഹല്ലേലൂയ, കടലിൽ യോനയെ പോലെ കടലിൽ തള്ളപ്പെട്ടാലും പ്രൈസ് ദി ലോർഡ്, കൊടുങ്കാറ്റിൽ അകപ്പെട്ടാലും ഒരു ദൈവത്തിന്റെ പൈതല് ഏതു സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തെയും തരണം ചെയ്തുകൊണ്ട് അവനെ വിളിച്ച രക്ഷകനെ, അവനെ വീണ്ടെടുത്ത രക്ഷകനെ, അവന് ജീവൻ ദാനം കൊടുത്ത രക്ഷകനെ, ജനമെവിടെയായാലും ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു കാഴ്ചപ്പാടാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ള കാര്യം നാം മറന്നു പോകല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ മാറി മാറി അടിക്കുമ്പോഴും ഹല്ലേലൂയ, പൗലോസിന്റെ ലേഖനത്തിൽ പ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഇതൊന്നും എന്റെ ക്രിസ്തുയേശുവിന്റെ സന്നിധിയിൽ നിന്ന് പിൻമാറ്റുവാൻ ഒന്നിനും കഴിയുന്നതല്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണല്ലോ പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലിന് കഷ്ടതയോ പട്ടിണിയോ പ്രൈസ് ദി ലോർഡ് നെടുവീർപ്പോ ദുഃഖമോ വേദനയോ അതൊന്നും അവൻ വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ദൈവത്തെ ആരാധിക്കും. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും പ്രൈസ് ദി ലോർഡ്, കുണ്ടറയിൽ അകപ്പെട്ടാലും പൊട്ടക്കിണറ്റിൽ ഇട്ടാലും പ്രൈസ് ദി ലോർഡ്, ഏതു സാഹചര്യത്തിലും ദൈവത്തിൻ്റെതായ മഹത്വം കണ്ടവൻ, ദൈവത്തിൻ്റെതായ സാന്നിധ്യം അനുഭവിച്ചവൻ, ദൈവത്തിൻ്റെതായ മാഹാത്മ്യം അറിഞ്ഞ ഒരു വ്യക്തിക്ക് പ്രൈസ് ദി ലോർഡ് അവൻ ആരാധിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിംഹത്തിൻ്റെതായ ഗുഹയിൽ തള്ളിക്കളഞ്ഞാലും തീച്ചുള 7 മടങ്ങ് വർദ്ധിപ്പിച്ചാലും പ്രൈസ് ദി ലോർഡ്
അതിന്റെ മധ്യത്തിൽ ഒരു ദൈവമുണ്ടെന്ന്, ഒരു സത്യ ദൈവമുണ്ടെന്ന്, ഒരു നിത്യജീവനുണ്ടെന്ന്, ഒരു ദൈവത്തിന്റെ പൈതൽ ഏതു കാലഘട്ടത്തിലും ഏതു പ്രതികൂലത്തിൻ്റെതായ സാഹചര്യത്തിലും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കണം, എപ്രകാരം ആയിരിക്കണം? പ്രൈസ് ദി ലോർഡ്. ഒരു നാളും നമുക്ക് ലഭിച്ചതായ വിശ്വാസം നഷ്ടപ്പെട്ടു പോവാൻ, നമ്മുടെ പ്രത്യാശയ്ക്കും അംഗം വരുവാൻ, ഹല്ലേലൂയ, നാം അനുഭവിക്കുന്നതായ, നാം അറിയപ്പെടുന്ന ഈ സന്തോഷത്തിന് വിഘ്നം വരുവാൻ ഒരു നാളും അനുവദിക്കാതെ വണ്ണം അതിന് ഇടം കൊടുക്കാതെ ഈ നാളുകളായ ദൈവത്തിന് പതിരെ ഞാനും നിങ്ങളും ദൈവത്തെ കണ്ട, ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ തൊട്ട, ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, ഏത് പ്രതികൂലത്തിൻ്റെതായ കാറ്റുകൾ ജീവിതത്തിന്റെ വടയിലടിച്ചാലും ഞാനും നിങ്ങളും ആരായിരിക്കണം? അവനെ ആരാധിക്കുന്നവരായിരിക്കണം. ആരാധനയെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ, ആരാധനയിൽ മാത്രമേ സൗഖ്യമുള്ളൂ. കാരണം ദൈവത്തിന്റെ വചനം ഉരുവിടുമ്പോൾ, ദൈവത്തിൻ്റെതായ വചനത്തിന് ശക്തി ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ വിടുതല്, ഒരു വലിയ ആത്മസന്തോഷം പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ നാളുകളായി നമുക്ക് ഉണരാം, നമുക്ക് പ്രാർത്ഥിക്കാം, ധൈര്യത്തോടെ നമുക്ക് അടുത്തു വരാം. പ്രൈസ് ദി ലോർഡ്. ഏത് കാലഘട്ടത്തിലായാലും ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യമായാലും സങ്കീർത്തനക്കാരൻ പറഞ്ഞ അമാവാസ്യനും പൗർണമാസ്യനും കാഹളമൂതുവാൻ, ദൈവത്തിന് വേണ്ടി പാടുവാൻ ഇന്ന് വരക്കാനും ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ, നീ മനമേ ഉണർന്നു സ്തുതിക്കാം. രാത്രി കഴിഞ്ഞു ഇതാ എൻ ശക്തിയാൽ, രാത്രി കഴിഞ്ഞു ഇതാ നാമത്തെ നന്നായി വാഴ്ത്തി ഉയർത്തുവാൻ, നാമത്തെ നന്നായി വാഴ്ത്തി ഉയർത്തുവാനായി മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ, നീ മനമേ ഉണർന്നു സ്തുതിക്കാം. ജീവജന്തുക്കളെല്ലാം മഹത്വത്തിനായി, ജീവജന്തുക്കളെല്ലാം ലാവണ്യനാദത്തോടെ ആവോളം പുകഴ്ത്തുന്ന, ലാവണ്യനാദത്തോടെ ആവോളം പുകഴ്ത്തുന്ന മനമേ ഉണർന്നു സ്തുതിക്കാം നീ ദൈവത്തെ, നീ മനമേ ഉണർന്നു സ്തുതിക്കാം. അന്ധകാരത്തിൽ ഘോര ബന്ധം പുത്രനാൽ നീക്കി, അന്ധകാരത്തിൽ തന്റെ മുഖപ്രകാശം നിന്മേൽ ഉദിപ്പിച്ചോനെ, തന്റെ മുഖപ്രകാശം നിന്മേൽ ഉദിപ്പിച്ചോനെ മനമേ
ഹല്ലേലൂയ. എപ്പോഴൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഏതു സമയത്തൊക്കെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ഹല്ലേലൂയ. ഇന്ന് വർക്കാലം ഏതു സമയം കിട്ടിയാലും, രാവെന്നോ പകലെന്നോ ഉച്ച സമയമെന്നോ പാതിരാത്രിയെന്നോ വ്യത്യാസമില്ല, സ്തുതിക്കേണ്ട കാലഘട്ടമാണ്. ദൈവത്തെ ആരാധിക്കേണ്ടതായ സമയമാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രി കഴിഞ്ഞു, ഇതാ മാതൃയേകൻ ശക്തിയാൽ മാതൃനാമത്തെ നന്നായി വാഴ്ത്തി സ്തുതിക്കുവാൻ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എത്രമാത്രം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എത്രമാത്രം ആരാധിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. അത്രമാത്രം ഞാനും നിങ്ങളും ആരായിരിക്കണം? ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം, ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ധകാരത്തിൻ്റെതായ ഘോരബന്ധം ഹല്ലേലൂയ പുത്രനാൽ നീക്കി തൻ്റെ മുഖപ്രകാശം എന്റെയും നിങ്ങളുടെ മേൽ ഉദിപ്പിക്കുന്നവനായ ദൈവത്തെ, ഹല്ലേലൂയ, ആ ദൈവത്തെ ആരാധിക്കുന്നതിന്, ആ ദൈവത്തെ സ്തുതിക്കുന്നതിന്, ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ ഞാനും നിങ്ങളും ആരാണ്? എപ്പോഴും കടംപെട്ടവരാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകല്. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കാരണം സകല ദോഷങ്ങളെയും അകലെ മാറ്റി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ പകൽതോറും പുതിയ കൃപ മകനാൽ ചൊരിയുന്ന ഒരു ദൈവത്തെ, ഓരോ ദിവസവും ദൈവകൃപയില്ലെങ്കിൽ, ഓരോ മണിക്കൂറും ദൈവകൃപയില്ലെങ്കിൽ, അത്രമാത്രം ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നുള്ള കാര്യം നാം മറന്നു പോകല്ലേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല ദോഷങ്ങളെയും അകറ്റിക്കളയുന്നവനായ, സകല ദോഷങ്ങളെയും തള്ളിക്കളയുന്നവനായ, സകല ദോഷങ്ങളെയും ഒന്നും എനിക്ക് നിങ്ങൾക്കും ഭവിക്കുവാനിടയാകാതെ വണ്ണം മാറ്റിക്കളയുന്നവനായ ദൈവത്തെ, ഹല്ലേലൂയ, ആ ദോഷങ്ങളെയെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് പകൽതോറും പുതിയ കൃപ, പുതിയ അനുഭവം, പുതിയ ബലം, പുതിയ ശക്തി ഇന്നാളുകളായി ഏറ്റെടുത്തുകൊണ്ട് ദൈവമക്കളെ ഞാനും നിങ്ങളും ആരായിരിക്കണം? മുന്നേറേണ്ടത് ആവശ്യമായിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അധികാലത്തും ജ്ഞാനത്തിന്റെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട്, ഏതാണ് ജ്ഞാനം, ഏതാണ് അറിവ്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനവുമായി പ്രഭാത സമയത്ത് ഹല്ലേലൂയ അധികാലത്ത് തന്റെ യഹോവയെ അന്വേഷിക്കും. ദാവീദ് പറഞ്ഞ അധികാലത്തെ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കും, അധികാലത്തെ ഞാൻ യഹോവയെ സ്തുതിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അബ്രഹാമും തന്റെ മകനും അധികാരത്തെ എഴുന്നേറ്റാണ് ആരാധനയ്ക്ക് പോകുന്നത്. ആരാധിപ്പാൻ കടന്നു പോകുന്നു അധികാലത്തെ. എൻ്റെ നിങ്ങളുടെ ആരാധന എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? സന്ധ്യാസമയത്ത് മാത്രമാണോ? കിടക്കുവാൻ പോകുമ്പോൾ മാത്രമാണോ ദൈവത്തിന് നന്ദി പറയുന്നത്? അല്ല, പകൽതോറും പുതിയ കൃപ തരുന്ന ദൈവത്തെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാനും നിങ്ങളും ആരായിരിക്കണം? ആരാധിക്കുന്നവരായിരിക്കണം. കർത്തൃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ നാളുകളായി ഞാനും നിങ്ങളും ആരായിരിക്കരുത്? ആരാധനയിൽ വിമുഖത കാണിക്കരുത്, ആരാധനയിൽ മടുപ്പ് കാണിക്കരുത്, ആരാധനയിൽ ക്ഷീണിച്ചു പോകല്ലേ. ഹല്ലേലൂയ. ശക്തിയോടെ മുന്നേറുവാൻ, കാരണം ദൈവം നടത്തുന്ന വഴികൾ, ദൈവത്തിൻ്റെതായ നന്മകൾ, ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, ആയിരങ്ങൾ പട്ടുപോയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ മൺമറഞ്ഞു പോയി. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, മരിച്ചവരും അവനിലിറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുവാനും കഴിയാതിരിക്കുമ്പോൾ ഈ ഒരു കാലം കൂടി ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ ദയയെ ഇന്ന് പലക്കാലം നമുക്ക് ഓർക്കാം, നമുക്കാണ് നന്ദി പറയാം. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ധ്യാനിക്കാം, ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ഹല്ലേലൂയ ആശ്രയിച്ചുകൊണ്ട് ശക്തിയോടെ മുന്നേറുവാൻ, ബലത്തോടെ ആയിരിക്കാൻ ഈ നാളുകളായി ദൈവത്തിൻ്റെതായ വചനത്തിന് ശക്തി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നേനും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെതായ ശക്തിയെക്കുറിച്ച് മാത്രം ഈ പരമ്പരയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിന് ശക്തി, ആ വചനം ഏറ്റെടുത്താൽ അതിൻ്റെതായ പ്രയോജനം. വചനം ഏതെല്ലാം വിധത്തിലാണ് എന്നെയും നിങ്ങളെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നിവർന്നു നിൽക്കുമാറാക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം, പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം, ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് എവിടെല്ലാം ലോകത്തിൻ്റെതായ ഏത് വൻകരകളും ഒരുപോലെ പ്രൈസിലോ ചെന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഹല്ലേലൂയ. ഏതൊരു മീഡിയ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ ദൈവത്തിന് വചനം ഘോഷിക്കുമ്പോൾ 1000 മൈലുകളൊക്കെ അപ്പുറത്തിരുന്ന് അതേ നിമിഷം അതേ സെക്കൻഡിൽ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അതിവേഗം ഓടുന്ന പ്രൈസിലോ ദൈവത്തിന്റെ വചനം. ഒരൊറ്റ സെക്കൻഡ് മതിയല്ലോ. 1000 10,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് ഈ വചനത്തിന് ശക്തി അവിടെ എല്ലാം അന്ത്യകാലത്ത് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാനും നിങ്ങൾ മറന്നുപോകല്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ്? കാരണം ദൈവത്തിന് വചനത്തിൽ വായിക്കുന്ന ഭൂമിയുടെ പൂർണ്ണതയും ഭൂതലവാന്റെ നിവാസികളും ദൈവത്തിനുള്ളത്. ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും, അല്ലെങ്കിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, തെക്ക് മുതൽ വടക്ക് വരെ ദൈവം തന്റെ വചനം കൽപ്പിക്കേണ്ട ദൈവത്തിന്റെ കർത്തവ്യമായ ദൈവത്തിന്റെ പദ്ധതിയാകയാൽ അതിനൊരിക്കലും മുടക്കം വരുവാനിടയാകാതെ വണ്ണം എവിടെല്ലാം ഏതെല്ലാം അടയപ്പെട്ടാലും, എവിടെല്ലാം ഏതെല്ലാം പ്രൈസവും തുറക്കാതെ കിടന്നാലും പ്രൈസലും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ ഒതുക്കുവാനോ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ പ്രൈസലോ താഴ്ത്തിക്കളയുവാനോ ലോകത്തിന് ശക്തിയുമില്ല എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകല്ലേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവന്റെ വചനത്തിന് ശക്തി കേട്ട്, അവന്റെ വചനത്തിന് ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ശോഷിച്ചിരിക്കുന്നവർ, ബലഹീനർ, എഴുന്നേൽക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, ആകപ്പാടെ തകർന്നവർ, ഹല്ലേലൂയ, ഏതൊരു അവസ്ഥയിൽ കൂടി കടന്നുപോയാലും ഇന്ന് പലക്കാലം ഞാനും നിങ്ങൾ കേൾക്കുന്ന വചനം എന്റെയും നിങ്ങളെയും ജീവിപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. വചനത്തിന് ശക്തി പ്രാപിച്ചുകൊണ്ട്, വചനമുള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈ നാളുകളായി മുന്നേറെങ്കിൽ മാത്രമേ വിശ്വാസം നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ മാറി മാറി വരുമ്പോൾ, മഹാമാരികളോ മഹാവ്യാധികളോ ലോകമെമ്പാടും ഒരു കൊടുങ്കാറ്റ് പോലെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പലക്കാലം ദൈവത്തിന് വരെ വചനം മുറുകെ പിടിച്ചുകൊള്ളണം, വചനത്തിൽ ആശ്രയിച്ചു കൊള്ളണം, വചനത്തിൽ ശരണപ്പെട്ടുകൊള്ളണം. വചനമാണ് എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം ആദ്യോടൊന്നും നാം പരിശോധിച്ചാൽ വചനം അനുസരിക്കാത്തവരുടെ മേൽ വന്ന ശിക്ഷാവിധി, വചനം അനുസരിച്ചവരുടെ മേൽ വന്ന ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ. ആരെല്ലാം ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചിട്ടുണ്ടോ, ആരെല്ലാം ദൈവത്തിന്റെ വചനം പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം കടന്നുപോയതായ മേഖലകൾ. എന്നാൽ അതിന്റെ മറുവശത്തായിട്ട് ആരെല്ലാം ഇത് സ്വീകരിച്ചിട്ടുണ്ടോ, ഏതെല്ലാം വ്യക്തികൾ, ഏതെല്ലാം കുടുംബങ്ങൾ, ഏതെല്ലാം ജീവിതങ്ങൾ, ഏതെല്ലാം രാജ്യങ്ങൾ പ്രൈസലോ ഈ വചനത്തെ യഥാർത്ഥമായി അനുസരിച്ചിട്ടുണ്ടോ, അവർ പ്രാപിച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും എത്ര വിലയേറിയതാണ്, എത്ര ശ്രേഷ്ഠമേറിയതാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ആദ്യോടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിച്ച വ്യക്തിയും
ദൈവത്തിന്റെ വചനം തിരസ്കരിച്ച വ്യക്തിയും ഈ രണ്ട് ജീവിതങ്ങളെ കുറിച്ച് ഇന്ന് വർക്കാനും അല്പനിമിഷം നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ: യഹോവയ്ക്കെതിരെയുള്ള തന്റെ അവിശ്വസ്തത കൊണ്ട് യഹോവയുടെ വചനം അനുസരിക്കാതിരുന്നത് കൊണ്ടും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചത് കൊണ്ടും ശൗൽ മരിച്ചു. എത്ര സവിസ്താരമായിട്ടാണ് ഇവിടെ ഒരു വ്യക്തിയുടെ അധപ്പതനം നാം മുൻപോട്ട് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ അധപ്പതനം മാത്രമല്ല, ആ വ്യക്തിയുടെ കുടുംബത്തെ മുഴുവനും ദൈവം സംരക്ഷിച്ചായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശൗലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രതിപാദ്യ വിഷയമാണ് ഇവിടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ 10-ാം അധ്യായം എന്തിനെ കുറിച്ച് വിവരിക്കുന്നു? ശൗലിന്റെയും പുത്രന്മാരുടെയും ദാരുണമായ അന്ത്യം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ ശൗൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ജീവിതം, വ്യക്തി എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി? ഹല്ലേലൂയ. അതിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനമാണ് ഇന്ന് പലക്കാർ നാം വായിച്ചു കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ യഹോവയ്ക്കെതിരായുള്ള തന്റെ അവിശ്വസ്തത കൊണ്ടും സങ്കീർത്തനക്കാർ നമുക്ക് ഇപ്രകാരം കാണുവാനും കഴിയുന്നുണ്ട്: യഹോവേ, ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യഭക്തന്മാർ കുറഞ്ഞിരിക്കുന്നു. അവിശ്വസ്തത എവിടെ നിന്ന് വന്നു? വിശ്വസ്തരായ ദൈവത്തെ സേവിക്കേണ്ടവർ, വിശ്വസ്തനായ ദൈവത്തിന്റെ കരം കൊണ്ട് നീട്ടിയെടുത്തതായ വ്യക്തികൾ, ജീവിതങ്ങൾ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചത് മൂലം തള്ളപ്പെട്ടു പോയ അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ആരെല്ലാം അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ, ദൈവത്തോടെ ആരെല്ലാം അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ, പുലർത്തിയിട്ടുണ്ടോ, അവരെല്ലാം തള്ളപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ശൗലിന്റെ ജീവിതത്തിൽ വന്നതായ പാകപ്പിഴകൾ. ഹല്ലേലൂയ. ആ തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 1, ശൗലിന്റെ മരണത്തിന് 3 കാരണങ്ങളുണ്ട്. അവൻ ദൈവത്തോട് എന്ത് ചെയ്തു? അതിക്രമം ചെയ്തു. 2, ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. 3, വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കുവാൻ പോയി. 3 വിഷയങ്ങളാണ് ഇവിടെ അതിപ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വസ്തത കാണിച്ചതുകൊണ്ട് ദൈവം നോക്കുന്ന എപ്പോഴും വിശ്വസ്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ശൗൽ വിശ്വസ്തനായ ദൈവത്തെ സേവിക്കും, ദൈവത്തെ അനുസരിക്കുന്നുള്ളതായ ദൈവത്തിൻ്റെതായ നിർണയപ്രകാരം. ഹല്ലേലൂയ. 1-ാമത്തെ രാജാവായി ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവം ആക്കിവെച്ചതായ ശൗൽ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ അവന്റെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം അവൻ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, നീക്കിക്കളഞ്ഞു. അവനെ തള്ളിക്കളക മാത്രമല്ല, ഇവിടെ നാം വായിച്ചു കേട്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിശ്വസ്തത കൊണ്ടും യഹോവയുടെ വചനം അനുസരിക്കാതിരുന്നത് കൊണ്ടും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചത് കൊണ്ടും ശൗലിനെ ദൈവം മാറ്റിക്കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുവാൻ കാരണം?
കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശൗലിനെ മാത്രമല്ല, ശൗലിന്റെ കുടുംബത്തെയും. ഹല്ലേലൂയ. 10-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ, ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിനോട് ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ഫെലിസ്ത്യർ ശൗലിനെയും മക്കളെയും പിന്തുടർന്നു. ഫെലിസ്ത്യർ ശൗലിന്റെ മക്കളായ യോനാഥാനെയും അബീനാദാബിനെയും മൽക്കീശുവിനെയും വെട്ടിക്കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ കാണിച്ചതായ അവിശ്വസ്തത, ഒരുവൻ കാണിച്ചതായ അതിക്രമം മൂലം അവന്റെ കുടുംബം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് ഇങ്ങനെ? ദൈവത്തിന് സന്നിധിയിൽ ദൈവമാക്കിയ സ്ഥാനത്ത് അവൻ എന്തായിത്തീർന്നു? അവിശ്വസ്തത കാണിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്താണ് ഈ കുടുംബത്തെ ദൈവം ഛേദിച്ചെളിവാൻ വഴിതെളിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മരണം ഒരു കുടുംബത്തെ മുഴുവനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും അനേകർ സന്ദേശം ഉയർത്താറുണ്ട്. എന്നാൽ ആ ദുരന്തത്തിലേക്ക് ആ കുടുംബത്തെ നയിച്ച ഭൂതകാല സംഭവങ്ങളെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല. ശൗൽ തന്റെ പിതാവിന്റെ നഷ്ടപ്പെട്ട ഹല്ലേലൂയ കഴുതുകളെ കുറിച്ചുള്ള വിവരം അറിയുവാൻ ശമൂവേൽ പ്രവാചകന്റെ അടുത്തെത്തിയപ്പോഴാണ് ദൈവം അവൻ ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുത്തിരിക്കുന്നതായി ശമൂവേൽ അവനെ അറിയിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഗോത്രത്തിൽ തന്റെ ഗോത്രം ഏറ്റവും ചെറുതും അതിൽ തന്റെ കുടുംബം ഏറ്റവും ചെറുതുമായിരിക്കെ എന്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു എന്ന പ്രതികരണമാണ് ശൗലിൽ നിന്നുണ്ടായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം എളിമയും സൗമ്യതയും നിറഞ്ഞു നിന്നിരുന്ന ശൗൽ പരിശുദ്ധാത്മാവിൻ നിറവിൽ പ്രവചിക്കുകയും ചെയ്തിരുന്നു. 1 ശമൂവേൽ 10-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. പക്ഷേ അവൻ രാജ്യത്വം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അമാലേക്യരെ സമ്പൂർണമായി നശിപ്പിക്കണമെന്ന ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചില്ല. ഒന്നാമത് ശൗലിന്റെ ജീവിതത്തിൽ എന്താണ്? ദൈവം കൽപ്പിച്ചതായ കൽപ്പനകൾ പ്രമാണിച്ചില്ല, അനുസരിച്ചില്ല. ദൈവം എന്തു കൽപ്പിച്ചോ അത് ചെയ്യാതെ അതിന് വിരുദ്ധമായി അവന്റെ ജീവിതയാത്ര തുടരുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. തുടർന്ന് അവന് പകരം ദൈവം ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുത്ത ദാവീദിനെ കൊല്ലുവാൻ 21 പ്രാവശ്യം ശൗൽ ശ്രമിച്ചു. ദാവീദിനെ സഹായിച്ചുവെന്ന കാരണത്താൽ യഹോവയുടെ 85 പുരോഹിതന്മാരെയും അവൻ വെട്ടിക്കൊന്നു. നോബിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടുക്കൽ ചെന്ന് അരുളപ്പാട് ചോദിച്ചതോടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെയും അവൻ കൊലപ്പെടുത്തി. പട്ടണം ചുട്ടുകരിച്ചു. എൻഡോരിലെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ ചെന്ന് അരുളപ്പാട് ചോദിച്ചതോടെ അവന്റെ അധപ്പതനം അതിന്റെ പാരമ്യത്തിലെത്തി. ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ ശൗലിന്റെ 3 പുത്രന്മാരെ വെട്ടിക്കൊന്നു. സ്വന്തം വാളിനാൽ വീണ് ശൗൽ ആത്മഹത്യ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഭവനത്തെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ ശൗലും അവന്റെ 3 മക്കളും അവന്റെ ഭവനമൊക്കെയും ഹല്ലേലൂയ ഒരുമിച്ച് മരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 വൃത്താന്തം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എന്ന തിരുവചന പ്രഖ്യാപനം ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം കോരിയെടുത്ത് സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിന്റെയും ഹല്ലേലൂയ ഗിരിശൃംഗങ്ങളിൽ പ്രതിഷ്ഠിച്ച ശേഷം ദൈവത്തെ മറക്കുന്ന
ഓരോരുത്തർക്കുമുള്ള താക്കീതാണ് ശൗലിൻ്റെതായ ജീവിതം. ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം തന്നിരിക്കുന്നതായ പദവിയെ മറന്നു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെതായ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ ദൈവത്തെയോട് മത്സരിച്ചതിൻ്റെതായ അനുഭവങ്ങളാണ് ശൗൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവനാമം വാഴ്ത്തപ്പാറാകട്ടെ. ഹല്ലേലൂയ. എന്താണ് ശൗൽ ചെയ്ത തെറ്റ്? ദൈവസേനയിൽ അവിശ്വസ്തത കാണിച്ചു. ഹല്ലേലൂയ. യഹോവയുടെ വചനം അവൻ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. ഇന്ന് പലക്കാലം എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിൽ നിന്നും ഏത് കോണിൽ നിന്നുമാണ് ഈ വാചനം കേൾക്കുന്നത്? ഇന്ന് പലക്കാലം ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ: ദൈവത്തിന് വചനം അനുസരിക്കുക, ദൈവത്തിന്റെ വചനത്തിന് കൊടുക്കേണ്ടതായ മാറ്റു കൊടുക്കുക, ദൈവത്തിന് വചനത്തിന് കൊടുക്കേണ്ടതായ ഹല്ലേലൂയ ആ വിനയം, താഴ്മ, ഭയം കൊടുത്തുകൊള്ളുക. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത്? ചില ഉദാഹരണങ്ങളെ ദൈവം എന്തിനു വേണ്ടിയാണ് എടുത്തു കാണിക്കുന്നത്? ചില വ്യക്തികളെ, ചില ജീവിതങ്ങളെ, ചില രാജ്യങ്ങളെ പോലും ദൈവം എടുത്ത് കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ച ജീവിതങ്ങളെ, വ്യക്തികളെ, കുടുംബങ്ങളെ. ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും ആരായിരിക്കണം? ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. ദൈവത്തിന്റെ വചനത്തോട് എന്ത് ചെയ്യരുത്? മത്സരിക്കരുത്. ഹല്ലേലൂയ. പിന്നെന്താണ് ശൗൽ ചെയ്തത്? വെളിച്ചപ്പാടത്തോട് എന്ത് ചെയ്തു? അരുളപ്പാട് ചോദിക്കുവാൻ പോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ, ദൈവത്തിൻ്റെതായ അഭിഷിക്തനായ ദാസനാക്കി മാറ്റിയെടുത്ത ശൗല് അവൻ്റെതായ പദവിയും അവൻ്റെതായ നന്മകളും അനുഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവം തന്നതാണ്, ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത്, ഈ രാജസ്ഥാനിൽ ദൈവമാണ് എന്നെ കൊണ്ടുവന്നുള്ള കാര്യം മറന്നു കളഞ്ഞിട്ട് അവൻ ദൈവത്തിന് വഴിവിട്ടു പോയതിൻ്റെതായ തിക്തഫലങ്ങളാണ് അവൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നതുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ ശൗലിന്റെ കുടുംബം അവിടെ എന്ത് ചെയ്യുകയാണ്? അവിടെ നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. എന്താണ് കാരണം? ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ഏർപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ പദവി, അവന്റെ രാജ്യത്വം, അവൻ രാജാവാണെന്ന ചിന്ത അവൻ മറന്നു കളഞ്ഞിട്ട് ജീവിച്ചതിൻ്റെതായ ഫലമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതായ, നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ വിപത്തുകളുടേതായ പിൻപിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വചനം എത്രമാത്രം കേട്ടിട്ടും, ദൈവത്തിൻ്റെതായ വചനം എവിടെയെല്ലാം നിന്ന് ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞിട്ടും ഹല്ലേലൂയ വചനമനുസരിക്കാത്തൊരു കൂട്ടം, വചനത്തെ തള്ളിക്കളഞ്ഞതായ ഒരു കൂട്ടം, ജീവിതങ്ങൾ, വ്യക്തികൾ, കുടുംബങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, അവരുടെ മേലാണ് ദൈവത്തിൻ്റെതായ കോപം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് മടങ്ങുക, ദൈവവചനത്തെ അനുസരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇന്ന് പലക്കാലം നമുക്കിന്ന് മടങ്ങി വരാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 10-ാം അധ്യായത്തിൽ ശൗലിൻ്റെതായ അധപ്പതനവും ശൗലിൻ്റെതായ മരണവും കാണുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവാകുന്നു. ഒരുവന്റെ പതനവും മറ്റൊരുവന്റെ ഉയർപ്പും. ഹല്ലേലൂയ. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം കാണുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദിനുണ്ടായിരുന്ന പ്രധാന വീരന്മാർ ഇവരായിരുന്നു. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് അവരെല്ലാം ഇസ്രായേലിനോടൊപ്പം രാജ്യത്വം സംബന്ധിച്ച് അവന് ശക്തമായ പിന്തുണ നൽകി. ഒരുവന്റെ അധപ്പതനവും ഒരുവന്റെ ഉയർത്തെഴുന്നേൽപ്പും. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ദൈവത്തിന് മനം ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, ദൈവത്തിന് വചനം അനുസരിച്ചാൽ, ദൈവത്തിന് മനം തിരസ്കരിച്ചാൽ അതിനുള്ളതായ തിക്ത ഫലങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും.
ഇന്ന് പലക്കാർ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. 11-ാം അധ്യായം മുഴുവൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ആരെല്ലാം ഏതെല്ലാം കൂട്ടക്കാരാണ്, ഏതെല്ലാം വിഭാഗങ്ങളാണ് ദാവീദിനെ അനുകൂലമായി എഴുന്നേൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദ് ഉണ്ടായിരുന്ന പ്രധാന വീരന്മാർ ഇവരായിരുന്നു. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് അവർ എല്ലാ ഇസ്രായേലിനോടുമൊപ്പം രാജ്യത്വം സംബന്ധിച്ച് അവന് ശക്തമായ പിന്തുണ നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ സംഖ്യ ഇതാകുന്നു. 30 പേരിൽ പ്രധാനി ഹല്ലേലൂയ ഹക്മോനിനായ അവന്റെ മകനായ യശോബയ. അവൻ കുന്തം കൊണ്ട് ഒരേ സമയം 300 പേരോട് പൊരുതി അവരെ കൊന്നുകളഞ്ഞു. അവനുശേഷം അഹോനായ ദോദാവന്റെ മകനായ എലയാസാർ ആയിരുന്നു. അവൻ 3 വീരന്മാരിൽ ഒരുവനായിരുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ 11-ാം അധ്യായം മുഴുവൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ശൗലിന് ആ ദാവീദിനെ അവരെ അനുകൂലമായി ഏതെല്ലാം ഗ്രൂപ്പുകൾ, എവിടെ നിന്നെല്ലാം ജനങ്ങളാണ് ദാവീദിന് അനുകൂലമായിട്ടതായ പ്രഖ്യാപനം നടത്തുന്നത്. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ദൈവം ഒരു സ്ഥാനമാനം നൽകുമ്പോൾ അതിൻ്റെതായ പദവികളും അതിൻ്റെതായ അനുഗ്രഹങ്ങളും പ്രാപിച്ചുണ്ട്. ഈ നാളുകളായി മുന്നേറെങ്കിൽ ഞാനും നിങ്ങൾക്ക് എത്ര നന്നായിരുന്നേനും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 വൃത്താന്തം 12-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. 1 വൃത്താന്തം 12-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. യഹോവയുടെ വചനപ്രകാരം ശൗലിന്റെ രാജ്യത്വം ദാവീദിന് കൈമാറുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യ ഇപ്രകാരമാകുന്നു. 12-ാം അധ്യായം 23-ാം വാക്യം മുതൽ 40-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഏതെല്ലാം സമൂഹങ്ങളാണ്, ഏതെല്ലാം വീരന്മാരാണ്, ഏതെല്ലാം വിധത്തിലുള്ളതായ അനുകൂലമായ സാഹചര്യങ്ങളാണ് ദാവീദിനോട് ഒരുക്കി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരിചയും കുന്തവും ഏന്തിയ യുദ്ധസന്നദ്ധരായ യഹൂദിയർ 6800 പേർ. ശിമയോനിൽ ശൗര്യമുള്ള യുദ്ധവീരന്മാർ 7100 പേർ. ലേവ്യരിൽ 4600 പേർ. അഹരോനിയുടെ നായകൻ യഹോയാദാവായിരുന്നു. അവനോടുകൂടെ 3700 പേരായിരുന്നു. പരാക്രമശാലിയും യൗവനക്കാരനുമായ സാദോക്കും അവന്റെ പിതൃഭവനത്തില് 22 അധിപതിമാരും. ഹല്ലേലൂയ. ശൗലിന്റെ ബന്ധുക്കളായ ബെന്യാമീനിൽ 3000 പേരും. അവരിൽ ഭൂരിപക്ഷവും അതുവരെ ശൗൽ ഗ്രഹത്തോട് കൂറ് പുലർത്തിയവരായിരുന്നു. എഫ്രൈമിൽ നിന്നും പരാക്രമശാലികളായി തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രസിദ്ധരായവർ 20,800 പേരായിരുന്നു. മനശ്ശെയുടെ പകുതി ഗോത്രത്തിൽ 18,000 പേരായിരുന്നു. ദാവീദിനെ രാജാവാക്കുവാൻ പോകേണ്ടതിന് ഇവരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതായ, ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നതായ, ദൈവം ഉയർത്തുവാൻ ആ രാജപദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇപ്രകാരം പ്രൈസ് ദി ലോർഡ് ഈ 12-ാം അധ്യായം നമുക്ക് പൂർത്തിക്കാണുവാൻ നമുക്ക് കഴിയുന്നത്. ഹല്ലേലൂയ. 32-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുവാൻ തക്കവണ്ണം ഇസ്സാഖാരിൽ നിന്നും കാലജ്ഞാനികളായ തലവന്മാർ 200 പേരായിരുന്നു. അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. സെബൂലിൽ നിന്നും യുദ്ധസന്നദ്ധരായി സകലവിധ ആയുധങ്ങളും ധരിച്ച് ഒരേ ലക്ഷ്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ 50,000 പേരായിരുന്നു. ഹല്ലേലൂയ. നഫ്താലിയിൽ നിന്നും നായകന്മാർ
1000 പേരായിരുന്നു. അവരോടുകൂടെ പരിചയവും കുന്തവും ഏന്തിയവർ 37,000 പേരായിരുന്നു. ദാനിൽ നിന്ന് യുദ്ധസന്നദ്ധരായവർ 28,600 പേർ. ആശേരിൽ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടവർ 40,000 പേർ. യോർദാനക്കരെ രൂബേനിലും ഗാദിലും മനുഷ്യരുടെ പാതി ഗോത്രത്തിലും സകലവിധ യുദ്ധസന്നാഹങ്ങളോടും കൂടെ പുറപ്പെട്ടവർ 1,20,000 പേരായിരുന്നു. അണിനിരക്കുവാൻ സമർത്ഥരായ ഈ യോദ്ധാക്കളെല്ലാം ദാവീദിനെ എല്ലാ ഇസ്രായേലിന്റെയും രാജാവാക്കേണ്ടതിന് പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ ഹെബ്രോനിലേക്ക് വന്ന് മറ്റുള്ള ഇസ്രായേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഏക മനസ്സോടെ വർത്തിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ അവിടെ ഭക്ഷിച്ചും പാനം ചെയ്തും ദാവീദിനോട് കൂടെ 3 ദിവസം പാർത്തും അവ അവരുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികളായ ഇസ്സാക്കാർ, സെബൂലൂൻ, നഫ്താലി എന്നിവരും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തുമായി അപ്പം, മാവ്, അത്തിപ്പഴക്കട്ട, ഉണക്കമുന്തിരിങ്ങ, വീഞ്ഞ്, എണ്ണ എന്നിവയോടൊപ്പം കാളകളെയും വളരെയധികം ആടുകളെയും കൊണ്ടുവന്നു. നോക്കണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ദാസനായ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ ഹെബ്രോനിൽ നിന്ന് ഏതെല്ലാം കൂട്ടങ്ങളാണ് അവിടെ കടന്നു വരുന്നത്. കാരണം ദൈവത്താൽ നിയോഗിക്കപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവഹിതം നിറവേറുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന് ഹിതം ചെയ്യുന്നവനായി ദൈവം കണ്ടതുകൊണ്ട് പ്രൈസ് ലോർഡ് 10-ാം അധ്യായത്തിൽ ഒരുവനെ തകർത്തുകൊണ്ട് 11-ാം അധ്യായത്തിൽ ഒരുവൻ്റെതായ ഉയർപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് വർക്കാലം വചനം അനുസരിക്കുന്നവരെ, വചനം പ്രമാണിക്കുന്നവരെ, കൽപ്പന കാക്കുന്നവരെ, കൽപ്പന അനുസരിക്കുന്നവരെ, നിങ്ങൾക്കുള്ളതായ നന്മകൾ, നിങ്ങൾക്കുള്ളതായ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ എത്ര വിലയേറിയതും എത്ര വിശിഷ്ടമാണെന്ന് ഹല്ലേലൂയ ഈ ലേഖനങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരായിരിക്കണം? ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക, അവന്റെ വചനത്തിന് കീഴ്പ്പെടുക. ഹല്ലേലൂയ. 1 വൃത്താന്തം 12-ാം 23-ാം യഹോവയുടെ വചനപ്രകാരം ശൗലിന്റെ രാജ്യത്വം ദാവീദിനെ ആക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാർ. എന്തുകൊണ്ട് ശൗലിനത് വന്നു? എന്തുകൊണ്ട് ദാവീദിന് ലഭിച്ചു? ഇന്ന് വർക്കാലം വചനം കേൾക്കുന്നതായ മാന്യമിത്രമേ, വചനം കേട്ടത് കൊണ്ട് മാത്രം അല്ല, അനുസരിക്കുക, ആ വചനത്തിന് ശക്തി ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുക. ദൈവം വച്ചിരിക്കുന്നതായ നന്മകൾ, ദൈവം വച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഈ നാളുകളായി പ്രാപിച്ചെടുത്തുകൊണ്ട് ശക്തിയോടെ മുന്നേറണം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരായിരിക്കണം? എങ്ങനെയുള്ളവരായിരിക്കണം? ഈ ലോകത്തിൽ ലാഭമെന്ന് കരുതുന്നെല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ധൈര്യത്തോടെ മുന്നേറുവാൻ, ദൈവത്തിന് വനത്തിൽ ആശ്രയിച്ചിന് വനത്തിന് ശക്തി ഏറ്റെടുത്തിന് മുന്നേറുവാൻ ഈ നാളുകളായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ശൗലിനെപ്പോൾ തള്ളപ്പെട്ടു പോകല്ലേ? ദാവീദിനെപ്പോലെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ ഭൂരിഭാഗം എഴുതിയ ദാവീദാണ്. ഏതാണ്ട് 72 സങ്കീർത്തനങ്ങളാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടത് വന്നു? ദൈവത്തിന് വചനം പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട്, ദൈവത്തിന് വചനത്തിന് കീഴ്പ്പെട്ടത് കൊണ്ട് ദൈവം ദാവീദിനടുത്തും തീ ഉപയോഗിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലടി നമ്മളായിരിക്കുന്ന അവസ്ഥ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ആയ പദവി തള്ളിക്കളയാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയ നന്മകളാണ്, അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളായി നമുക്ക് മുന്നേറാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹം കണ്ടോടി നടക്കുവാനല്ല, ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പ്രാപിക്കുവാൻ നമുക്ക് ഓടാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തെ സ്തോത്രം ചെയ്യും. ലോകമാംഗംഭീരവാരിയിൽ വിശ്വാസ കപ്പലിലോടെ
ഹല്ലേലൂയ. ലോകത്തിനും ഭാരത കോമളത്തും വസ്തുവകൾ, പൊൻനാണയങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ അതെല്ലാം നശ്വരമാണ്. മേലിലുള്ള ഋഷലേം നിത്യഗ്രഹം. ഇന്ന് വർക്കാലം ഈ ലോകത്തിൻ്റെ സ്ഥാനങ്ങൾ, ഈ ലോകത്തിൻ്റെ മാനങ്ങൾ അതെല്ലാം നശ്വരമാക്കി തള്ളിക്കളഞ്ഞുകൊണ്ട് ദിവസങ്ങളായി ദൈവം വെച്ചിരിക്കുന്ന വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കണം മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. അവരുടെ ആവശ്യം തിരുവനന്തപുരത്തിന് മുൻപാകിരിപ്പാൻ, അങ്ങനെ വനം സംസാരിക്കുവാൻ, തൻ്റെ ജനത്തെ അങ്ങനെ വനം കേൾക്കുവാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. ഞങ്ങളോട് ദൈവത്തിന് കരുണയ്ക്കായി സ്തുതിക്കുന്നു, ഞങ്ങളോട് അതിൻ്റെ ദയയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് വർക്കാലം ലോകത്തിന് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവം കേൾക്കുന്നു അവർക്കെല്ലാം വലിയ വിടുതലും അനുഗ്രഹവും നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ സ്വർഗ്ഗവരെ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥന ജനത്തെ മുറ്റും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു വചനം അനുസരിക്കട്ടെ, വചനം ഏറ്റെടുക്കട്ടെ. ദൈവത്തിനോടൊക്കെയാണ് മഹത്വം കൊടുക്കുവാൻ, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുവാൻ ജനത്തെ അവിടെ ഒരുക്കിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമായി തീരട്ടെ, നന്മകൾ നടക്കണമേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് ഈ വചനങ്ങളെ നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.